Hello students, welcome back to Defense for Malayalam. അപ്പോൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ് NDA 1 2025 മാത്സ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ. The next question is consider the following for the two items that follow. അപ്പോൾ ഇനി വരുന്ന രണ്ട് ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഫോളോ ചെയ്യാനുള്ള കാര്യം ഇതാണ്. Let f of x is equal to x square where this is the greatest integer function. നമ്മുടെ ഫംഗ്ഷനായി തന്നിട്ടുള്ള f of x എന്ന് പറയുന്നത് x square എന്ന് പറയുന്നത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ഇൻറ്റഗ്രൽ √2 to √3 f of x dx ഈക്വൽ ടു. അപ്പോൾ ഇൻറ്റഗ്രൽ √2 to √3 f of x dx ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. മാത്രമല്ല നമ്മുടെ ഫംഗ്ഷൻ ഒരു ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ കൂടിയാണ്. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇൻറ്റഗ്രൽ √2 to √3 ഇൻറ്റു f of x dx. നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ആണ് അല്ലേ. ഇൻറ്റഗ്രൽ √2 to √3 എഫ് ഓഫ് എക്സിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ആയിട്ടുള്ള എക്സ് സ്ക്വയർ, ഇവിടെ എക്സിൻ്റെ സ്ക്വയർ ഉണ്ട് കേട്ടോ. സോ എക്സ് സ്ക്വയർ ഇൻറ്റു ഡി എക്സ് എന്ന് നമ്മൾ എഴുതി. ഇനി ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷന് പ്രത്യേകിച്ച് എന്താ പറയുക? നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻറ്റഗ്രേഷൻ ഫോർമുലാസ് ഒന്നുമില്ല. നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം. √2ൻ്റെ വാല്യൂ ഏകദേശം √2ൻ്റെ വാല്യൂ എത്രയാണ്? 1.4 അല്ലേ. √3യുടെ വാല്യൂ ഏകദേശം 1.7. ഈ രണ്ടെണ്ണത്തിൻ്റെയും ഇടയ്ക്കാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്? ഈ ഇൻറ്റഗ്രേഷൻ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 1.5ൻ്റെ സ്ക്വയർ, നമ്മുടെ ലിമിറ്റ് 1.4 to 1.7 ആയിട്ട് നമ്മളൊന്ന് ജസ്റ്റ് മാറ്റി എഴുതി. കാരണം √2ൻ്റെയും √3യുടെയും വാല്യൂസ് ഒന്ന് അപ്രോക്സിമേറ്റ് ചെയ്തിട്ട്. അങ്ങനെയാണെങ്കിൽ 1.4ൻ്റെ 1.7ൻ്റെ ഇടയ്ക്കുള്ള നമ്പർ എടുക്കാം. ഇപ്പം നമ്മൾ 1.5 എടുത്തു. എക്സ് 1.5 ആണെങ്കിൽ അതിൻ്റെ സ്ക്വയറാണ് വേണ്ടത്. 1.5ൻ്റെ സ്ക്വയർ എത്രയാണ്? 1.5ൻ്റെ സ്ക്വയർ 2.25 എന്ന് വരും അല്ലേ. ഈ 2.25ൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഏതാ? ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഏതാണ്? നമ്മളിപ്പോൾ ഇത് 1, 2, 3 എന്ന് പറഞ്ഞു. 2.25 ഇവിടെ വരും. ഇതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ 2 അല്ലേ. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ 2 ആണ്. സിമിലർലി അടുത്ത നമ്പർ 1.6 സ്ക്വയർ, അതെന്താ വരിക? 1.6 ഉള്ളിലാണ് സ്ക്വയർ. 1.6 ദ ഹോൾ സ്ക്വയർ. 16 × 16 256 ആണ്. സോ 2.56 എന്ന് പറയാം. ഈ നമ്പറിൻ്റെയും ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ആരാണ്? ഈ നമ്പറിൻ്റെയും ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ 2 തന്നെയാണ്. തൊട്ട് മുന്നത്തെ നമ്പറാണ് നമ്മുടെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ആയിട്ട് നമ്മൾ എടുക്കുക. അപ്പോൾ നോക്കിയേ, ഈ ലിമിറ്റ് 1.4ൻ്റെയും 1.7ൻ്റെയും ഇടയ്ക്കുള്ള നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എപ്പോഴും എന്തായിരിക്കും? 2 ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെഴുതാം? ഇൻറ്റഗ്രൽ √2 to √3 ഇൻസ്റ്റെഡ് ഓഫ് ദിസ് ഫംഗ്ഷൻ. ഇതിൻ്റെ ആൻസർ എന്താണ്? 2 ആണ് അല്ലേ. അതായത് ഏത് നമ്പറിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ചൂസ് ചെയ്താലും നമുക്ക് 2 ആണ് കിട്ടുക. സോ 2dx. സോ ഇൻറ്റഗ്രൽ 2dx ഇസ് 2x. ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം √2 to √3. സോ ആദ്യം നമ്മൾ അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. സോ 2 × √3 മൈനസ് √2. ഇതാണ് നമ്മുടെ റിക്വയർഡ് ഇൻറ്റഗ്രൽ വാല്യൂ. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ബി 2 × √3 മൈനസ് √2. ഇതാണ് ഇൻറ്റഗ്രൽ √2 to √3 f of x dx. ഇനി ഇത് തന്നെ ബേസ് ചെയ്തിട്ടുള്ള നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ്, വാട്ട് ഇസ് ഇൻറ്റഗ്രൽ √2 to 2 f of x dx. √2 to 2 ആണ് നമുക്ക് ഇനി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് f of x dx. സോ നമുക്ക് ഇനി അത് കാൽക്കുലേറ്റ് ചെയ്യാം. ഇൻറ്റഗ്രൽ √2 to 2 × f of x dx. f of x dxന് പകരം ഞാൻ നമ്മുടെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എഴുതി. സോ നമ്മളിവിടെ √2 തൊട്ട് √3 വരെയുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. ഇതിൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട്. 2 × √3 മൈനസ് √2 ആണെന്ന്. അപ്പോൾ നമ്മൾ ഈ ഇൻറ്റഗ്രൽ √2 to 2നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. എങ്ങനെ ഇൻറ്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്യുന്നത്? ഇൻറ്റഗ്രൽ √2 to √3 ഇൻറ്റു എക്സ് സ്ക്വയർ dx. നമ്മുടെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ പ്ലസ് ഇൻറ്റഗ്രൽ √3 തൊട്ട് 2 വരെ. അപ്പോൾ √2 തൊട്ട് 2 വരെയായി നമ്മൾ ഈ √3 വെച്ച് നമ്മുടെ ഇൻറ്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്തു. സോ ഓൾറെഡി ഇതിൻ്റെ ഒന്നാമത്തെ ഇൻറ്റഗ്രലിൻ്റെ വാല്യൂ നമുക്കറിയാം. ദാറ്റ് ഇസ് 2 × √3 മൈനസ് √2. ഇനി സെക്കൻഡ് ഇൻറ്റഗ്രലിൻ്റെ വാല്യൂ കൂടി നമുക്ക് കണ്ടുപിടിക്കണം. സെക്കൻഡ് ഇൻറ്റഗ്രലിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക? √3യുടെ അപ്രോക്സിമേറ്റ് വാല്യൂ 1.7 ആണ് ആൻഡ് 2 ആണ്. സോ 1.7 തൊട്ട് 2ൻ്റെ ഇടയ്ക്കുള്ള ആൾക്കാരാണ് ഇവിടെ വരിക. അപ്പോൾ നമുക്ക് അതിനിടയ്ക്ക് ഒരു നമ്പർ എടുക്കാം. ഇപ്പോൾ നമ്മൾ 1.8 എടുത്തു. സോ 1.8ൻ്റെ സ്ക്വയർ എന്താ? ദാറ്റ് ഇസ് 3.24. 18ൻ്റെ സ്ക്വയർ 324 ആണ്. സോ 3.24 എന്ന് പറയാം. ഇനി 3.24ൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എന്താ? 3.24ൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഇസ് 3. സിമിലർലി അടുത്ത നമ്പർ നമുക്കൊന്ന് ചൂസ് ചെയ്യാം. 1.9 സ്ക്വയർ എന്താണ്? അത് നമുക്ക് 3.61 എന്ന് വരും. കാരണം 361 ആണ്. 19 × 19. സോ 3.61. അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എന്താണ്? 3 ആണ്. സോ ഈ
പറയുന്ന വാല്യൂസ്, അതായത് 1.7യും 2ൻ്റെയും ഇടയ്ക്ക് കിടക്കുന്ന നമ്പേഴ്സിൻ്റെ ഒക്കെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ആരാണ്? 3 ആണ്. സോ നമ്മൾ ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഇൻ്റഗ്രൽ √3 to 2 into 3dx വിച്ച് ഇസ് ഈക്വൽ ടു, ഈ ഒരു ടേം മാത്രമാണ് ഞാനിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യണത്. സോ 3x എന്ന് വരും. 3xന് നമുക്ക് ലിമിറ്റ് കൊടുക്കാം, √3 and 2 അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഇനി അപ്ലൈ ചെയ്ത് കൊടുക്കാം. സോ 3 into 2 minus √3, ഇതാണ് നമ്മുടെ സെക്കൻഡ് ആയിട്ടുള്ള ഇൻ്റഗ്രലിൻ്റെ വാല്യൂ. ഫസ്റ്റ് ഇൻ്റഗ്രലിൻ്റെ വാല്യൂ 2 into √3 minus √2 ആൻഡ് സെക്കൻഡ് വൺ ഇസ് 3 into 2 minus √3. അപ്പോൾ ഇനി നമുക്കിത് രണ്ടും ഒന്ന് ആഡ് ചെയ്യാം. ദാറ്റ് ഇസ് 2 into √3 minus √2 പ്ലസ് 3 into 2 minus √3. സോ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ 2 √3 minus 2 √2 പ്ലസ് 3 into 2 6 minus 3 √3. അപ്പോൾ ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ട്? നമുക്ക് ഒരേപോലത്തെ നമ്പേഴ്സ് എന്ന് പറയുന്നത് 2 √3 ആൻഡ് മൈനസ് 3 √3 ഉണ്ട്. അപ്പോൾ അതിനെ ഒന്ന് സോൾവ് ചെയ്യണം. 6 ഉണ്ട്, അതുപോലെ തന്നെ മൈനസ് 2 √2. ഇനി 2 minus 3 എത്രയാണ്? -1, സോ മൈനസ് √3. അപ്പോൾ ഇതാണ് ആൻസർ. 6 minus 2 √2 minus √3. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ A is the answer. 6 minus √3 minus 2 √2. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് ഫോർ ദ 4 items that follow. അപ്പോൾ ഇനി വരുന്ന 4 ക്വസ്റ്റ്യൻസും നമ്മൾ ഈ ഒരു ബേസ് വെച്ചിട്ടാണ് ആൻസർ ചെയ്യേണ്ടത്. ദ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഹൈറ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ഓഫ് എ ക്ലാസ് ഇസ് ഗിവൺ ബിലോ. നമ്മുടെ സ്റ്റാറ്റി റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഹൈറ്റും നമ്പർ ഓഫ് സ്റ്റുഡൻസും നമുക്കൊരു ടേബിളിൽ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് what is the total number of students whose height is less than or equal to 165. 165ഓ അല്ലെങ്കിൽ 165നേക്കാളും ലെസ് ദാൻ ആയിട്ടുള്ള ഹൈറ്റ് ഉള്ള എത്ര കുട്ടികളുണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കിവിടെ ഹൈറ്റും നമ്പർ ഓഫ് സ്റ്റുഡൻസും മാത്രമേ തന്നിട്ടുള്ളൂ. ഈ 165 നമുക്ക് ഇവിടെ എവിടെയെങ്കിലും കാണുന്നുണ്ടോ? ഇല്ല, കാണാൻ തന്നെ ഇല്ല അല്ലേ 165. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഇത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആരെ വേണം? നമുക്ക് ക്ലാസ് മാർക്ക് വേണം അല്ലേ? ക്ലാസ് മാർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു കോളം വേണം. ഈ ക്ലാസ് മാർക്ക് എന്ന് പറയുന്നത് ആരാണ്? അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ഡിവൈഡ് ബൈ 2. ഈ രണ്ട് ലിമിറ്റ്സും കൂടി നമ്മൾ ആഡ് ചെയ്യുക. ഒരെണ്ണത്തിൻ്റെ കാണിച്ചു തരാം. 160യും 162 കൂടി നമുക്ക് ആഡ് ചെയ്യാം. സോ 2 2 then 322 വരും. ഈ 322നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ബൈ 2. 322നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 16 then what 1 161. ഇതിൻ്റെ ക്ലാസ് മാർക്ക് 161 ആണ്. അതേപോലെ ഇതിൻ്റെ ക്ലാസ് മാർക്ക് എന്തായിരിക്കും? ഇതിൻ്റെ ഇടയ്ക്കുള്ള വാല്യൂ ദാറ്റ് ഈസ് 163 then 165 ആൻഡ് then 167. ഇതായിരിക്കും നമ്മുടെ ഗിവൺ ഡേറ്റയുടെ ക്ലാസ് മാർക്ക്. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹൂസ് ഹൈറ്റ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 165 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ 165 വരെയുള്ളത് ലെസ് ദാൻ 165 എന്ന് പറയുമ്പോൾ ഈ 3 കോളം അതിൽ ഇൻക്ലൂഡ് ആവും അല്ലേ? 161ഉം 163ഉം 165 ഒക്കെ ഇൻക്ലൂഡ് ആവും. അപ്പോൾ ഇത്രയും ആൾക്കാരുടെ ഫ്രീക്വൻസി ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടി. 165ഉം അതിന് ലെസ് ദാനോ ആയിട്ടുള്ള കുട്ടികളുടെ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഫ്രീക്വൻസി ഒന്ന് ആഡ് ചെയ്യുക. 12, 15 and 24. That is 5 plus 4 9, 9 plus 2 11, then 1 plus 1 2, 2 plus 1 3, 3 plus 2 5. 51 is the answer. Option C ആണ് 51 ആണ്. Number of students whose height is less than or equal to 165 centimeter. Next question, what is the median height of the class? Median calculate ചെയ്യണം. ഇതുപോലെയുള്ള ഡേറ്റയുടെ മീഡിയൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? മീഡിയൻ is equal to L plus n by 2 minus CF by F into H. ഇതാണ് നമ്മുടെ ഫോർമുല. സോ ഇത് യൂസ് ചെയ്തിട്ട് വേണം നമുക്ക് മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ആരൊക്കെ വേണം? n by 2. n by 2 എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫ്രീക്വൻസി ബൈ 2. ഇവിടെ നമുക്ക് ടോട്ടൽ ഫ്രീക്വൻസി ബൈ 2 കണ്ടുപിടിക്കണം. പിന്നെ CF is ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. സോ നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വേണം. സോ നമുക്ക് ഇതെല്ലാം കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇവിടുന്ന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ n by 2 ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, n by 2 കാൽക്കുലേറ്റ് ചെയ്യണം. പിന്നെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞ ഒരു ടേബിളും കൂടി നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിലൊന്ന് എഴുതി ചേർക്കാം. എങ്ങനെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യുക? ഫസ്റ്റ് ഫ്രീക്വൻസി അതേപോലെ എഴുതുക. എന്നിട്ട് ഇത് ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്യുക. 12 plus 15, 2 plus 5 7, 1 plus 1 2. സോ 27. അടുത്തതായിരിക്കും 27 plus 24. 27 plus 24 is 51. ഇനി 51 plus 13. 51 plus 13 64 ആണ്. അപ്പോൾ ഈ ലാസ്റ്റ് നമ്പർ തന്നെ ആയിരിക്കും നമ്മുടെ ഫ്രീക്വൻസിയുടെ ടോട്ടൽ. ഇതാണ് നമ്മുടെ n. നമുക്ക് വേണ്ടത് n by 2. n by 2 എന്ന് പറഞ്ഞാൽ 64 by 2 which is equal to 32. ഇനി നോക്കിയേ, 32 എന്ന് പറയുന്ന ഫ്രീക്വൻസി വരുന്ന
നമ്മുടെ ക്ലാസ് ഓക്കെ ഏത് ഇൻ്റർവെല്ലിലാണ് ഈ 32 എന്ന് പറയുന്ന ഫ്രീക്വൻസി വരുന്നത്, അതായിരിക്കും നമ്മുടെ മീഡിയൻ ക്ലാസ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ചെക്ക് ചെയ്യുക? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ വേണം ചെക്ക് ചെയ്യാൻ. 32 എവിടെ വരിക? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ചെക്ക് ചെയ്യുമ്പോൾ 12 വരെയുള്ള ടേംസ് ഇവിടെ വരും, 27 വരെയുള്ള ആൾക്കാർ ഇവിടെ വരും. അത് കഴിഞ്ഞാൽ 28 തൊട്ട് വരുന്നവരെല്ലാവരും എവിടെ വരിക? ഈ പെർട്ടിക്കുലർ ക്ലാസ് ഇൻ്റർവെല്ലാണ് വരിക. 164ഉം 166ഉം ഇൻക്ലൂഡ് ചെയ്യുന്ന ഈ ഒരു ക്ലാസ് ഇൻ്റർവെല്ലാണ് നമ്മൾ ഈ 34 എന്ന് പറയുന്ന ഫ്രീക്വൻസി, 34 അല്ല 32 എന്ന് പറയുന്ന ഫ്രീക്വൻസി വരുന്നത്. സോ നമ്മുടെ റിക്വയർഡ് മീഡിയൻ ക്ലാസ് ഏതാണ്? 164 to 166 ആണ് നമ്മുടെ മീഡിയൻ ക്ലാസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യേണ്ട എൽ ലോവർ ലിമിറ്റ് ആരാണ്? 164. ഓക്കെ, ഞാനിവിടെ എഴുതാം ലോവർ ലിമിറ്റ് ഇസ് ഈക്വൽ ടു 164. കാരണം നമുക്ക് മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യാൻ കുറച്ച് ആൾക്കാരെ വേണം. നമ്മൾ ഫോർമുല എഴുതി എൽ പ്ലസ് n/2 മൈനസ് CF/F ഇൻറ്റു H അല്ലേ. അപ്പോൾ ഇതിൽ ആദ്യത്തെ ആള് ലോവർ ലിമിറ്റ് 164 കിട്ടി. n/2 നമുക്ക് ഓൾറെഡി കണ്ടുപിടിച്ചായിരുന്നു. n/2 64/2 ആണ്, ദാറ്റ് ഇസ് 32 ആണെന്ന് കിട്ടി. ഇനി ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, ഏതാ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ചൂസ് ചെയ്യേണ്ടത്? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ എടുത്ത മീഡിയൻ ക്ലാസ്സിൻ്റെ തൊട്ട് മുകളിലത്തെ നമ്പർ വേണം, തൊട്ട് മുകളിലത്തെ ഫ്രീക്വൻസിയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അപ്പോൾ 27 ആയിരിക്കും, 51 അല്ല. ഇതേ റോയിലെ ഫ്രീക്വൻസി അല്ല നമ്മൾ ചൂസ് ചെയ്യേണ്ടത്, പകരം തൊട്ട് മുന്നത്തെ റോയിലെ ആളെയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഇവിടുത്തെ ഫ്രീക്വൻസി നമ്മൾ ചൂസ് ചെയ്യണം. ഇവിടെ ഫ്രീക്വൻസി 24 ആണ്, സോ എഫ് ഇസ് ഈക്വൽ ടു 24 ആൻഡ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഇസ് ഈക്വൽ ടു 27. ഇനിയുള്ളത് എച്ച് ആണ്. ക്ലാസ് വിഡ്ത്ത് എത്രയാണ് ഇതിൻ്റെ വിഡ്ത്ത്? 164 to 166 എന്ന് പറയുമ്പോൾ അതിനിടയ്ക്ക് എത്ര ആൾക്കാരുണ്ട്? വെറും 2 ആൾക്കാരേ ഉള്ളൂ. സോ എച്ച് ഇസ് ഈക്വൽ ടു 2. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ആരെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? മീഡിയനെ കാൽക്കുലേറ്റ് ചെയ്യാം. സോ നമുക്ക് വേഗം കാൽക്കുലേറ്റ് ചെയ്യാം. 164 പ്ലസ് n/2 32 മൈനസ് CF ഇസ് 27 ഡിവൈഡ് ബൈ ഫ്രീക്വൻസി 24 ആണ് ഇൻറ്റു ഹൈറ്റ് 2. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് ചെയ്യാനായിട്ട്. ഇതൊക്കെ കണ്ടുപിടിക്കുന്നതിലാണ് കുറച്ച് ടൈം എടുക്കുക. ബാക്കി ഇത് കണ്ടുപിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈസിയാണ്. 2ഉം 24ഉം കൂടി ക്യാൻസൽ ചെയ്തു, നമുക്ക് 12 എഴുതാം. 32 മൈനസ് 27 5 ആണ്. സോ 164 പ്ലസ് 5/12, 5/12 നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. സോ നമുക്ക് കിട്ടും 0.41 എന്ന് വരും, വിച്ച് ഇംപ്ലൈസ് 164.41 ഇസ് ദ ആൻസർ. എന്താണ് നമ്മുടെ റിക്വയർഡ് മീഡിയൻ? 164.41. ഓപ്ഷൻ സി ഇസ് ദ ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഹൈറ്റ് വിച്ച് ഒക്കേഴ്സ് മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ഇൻ ദ ക്ലാസ്. ഏറ്റവും കൂടുതൽ ഒക്കർ ചെയ്യുന്നത്, മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ഒക്കർ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ആരെ കണ്ടുപിടിക്കേണ്ടത്? നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് മോഡാണ്. അത് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല, പക്ഷേ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ഒക്കറിങ് എന്നൊക്കെ പറയുമ്പോൾ മോഡാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഈ ഡേറ്റയുടെ മോഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? വാട്ട് ഇസ് ദ ഫോർമുല ഫോർ ഫൈൻഡിങ് ദ മോഡ്? മോഡ് ഇസ് ഈക്വൽ ടു L പ്ലസ് F1 മൈനസ് F0 ഡിവൈഡ് ബൈ 2F1 മൈനസ് F0 മൈനസ് F2 ഇൻറ്റു H. ഇതാണ് നമ്മുടെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല, മോഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല. അപ്പോൾ ആദ്യം നമുക്കിവിടെ മോഡൽ ക്ലാസ് വേണം. അതിൻ്റെ ലോവർ ലിമിറ്റ് ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. മോഡൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ള ക്ലാസ്, ആ ഇൻ്റർവെല്ലാണ് നമ്മുടെ മോഡൽ ക്ലാസ്. അപ്പോൾ ഇവിടുത്തെ നമ്മൾ ടേബിൾ ഒന്ന് ഒബ്സർവ് ചെയ്യാം. ഇതിൽ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ളത് ആർക്കാ? അതും 24 തന്നെയാണ് അല്ലേ. ഏറ്റവും വലിയ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 24 ആണ്. 24 വരുന്ന നമ്മുടെ ക്ലാസ് ഇൻ്റർവൽ അഗെയിൻ 164 to 166 ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലോവർ ലിമിറ്റ് ഇവിടെയും എന്ത് തന്നെ ആയിരിക്കും? 164 ആണ്. ഇനി ഇതിൻ്റെ ഫ്രീക്വൻസിയാണ് നമ്മുടെ F1. ഓക്കെ, നമ്മൾ ഈ ക്ലാസ് ഇൻ്റർവെലിൻ്റെ നേരെ വരുന്ന ഫ്രീക്വൻസിയാണ് F1. അതിന് തൊട്ട് മുകളിലുള്ളത് F0, തൊട്ട് താഴെയുള്ളത് F2. ഇങ്ങനെയാണ് ഫ്രീക്വൻസി നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് L കിട്ടി 164 ആണ്, F1 24 ആൻഡ് F0 15, F2 13 ആണ്. H നമ്മൾ ഓൾറെഡി നമുക്കറിയാം, H ഇസ് ഈക്വൽ ടു 2, കാരണം ഇതിൻ്റെ വിഡ്ത്ത് 2 ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഈ വാല്യൂസ് ഒക്കെ ഒന്ന് ഇവിടെ എഴുതുകയാണ്. L is 164, F1 is equal to 24, F0 is equal to 15 and F2 is equal to 13 and H is equal to 2. ഇനി ഇത് നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 164 പ്ലസ്, ഒപ്പം തന്നെ നമുക്ക് ഓപ്ഷൻസ് നോക്കണം കേട്ടോ. ഓപ്ഷൻസ് ചിലപ്പോൾ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. എല്ലാം 163 പോയിൻറ്റ്, 163 പോയിൻറ്റ്, രണ്ടെണ്ണം 164 പോയിൻറ്റ്. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് പറ്റില്ല, നമ്മൾ ചെയ്തിട്ട് തന്നെ നോക്കണം. ചില കേസസിൽ ചിലപ്പോൾ ഓപ്ഷൻസ് നമ്മൾ ഫേവർ ചെയ്യും, അപ്പോൾ അതും കൂടി ചെക്ക് ചെയ്യാം. ഇനി F1 എന്ത് എഴുതണം? 24 മൈനസ് F0 is 15 ഡിവൈഡ് ബൈ 2 ഇൻറ്റു F1, ദാറ്റ് ഇസ് 2 ഇൻറ്റു 24, അപ്പോൾ 48 മൈനസ് 15 മൈനസ് 13 ഇൻറ്റു 2, which is equal to 164 plus
24 minus 15 9 ആണ്. 9 divide by 48 minus 15 minus 13. 48 minus 15 is 3 3 33. 33 minus 13 0 and 2. അപ്പോൾ 20 ആണ് താഴെ into 2. 20 2 കൂടി ക്യാൻസൽ ചെയ്യാം, 10 വരും. സോ 164 plus 9 by 10. 9 by 10 is 0.9. So 164.9 is the answer. ഓപ്ഷൻ ഏതാണ്? 164.9. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഇനി ഈ ക്വസ്റ്റ്യൻ തന്നെ വെച്ചിട്ട് ഒരെണ്ണം കൂടി ഉണ്ട്. നമുക്ക് 4 കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ കണ്ടുപിടിക്കാൻ. ദ നെക്സ്റ്റ് വൺ ഇസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഗിവൺ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഗിവൺ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഏതായിരിക്കും? ബാർ ചാർട്ട് ആണോ, അതോ പെർസെൻറ്റേജ് ബാർ ചാർട്ട് ആണോ, ഹിസ്റ്റോഗ്രാം ആണോ, പൈ ചാർട്ട് ആണോ? ഇവിടെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന ഡേറ്റ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു അത് കണ്ടിന്യൂസ് ആണ്. അങ്ങനെ കണ്ടിന്യൂസ് ആയ ഡേറ്റയ്ക്ക് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് ഹിസ്റ്റോഗ്രാം തന്നെയാണ്. സോ ഓപ്ഷൻ സി ഹിസ്റ്റോഗ്രാം ആണ് ആൻസർ.